ഹലോ ഗൈസ്, വെൽക്കം ടു നമ്മുടെ വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ ഞാനൊരു ക്യൂട്ട് മെമ്മോ പാഡ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, നമുക്ക് പേരൊക്കെ എഴുതിയിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇത് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനും പറ്റിയൊരു ഐഡിയ ആണ്. ഭയങ്കര സിമ്പിളാണ്. ആദ്യം നമ്മൾ എടുക്കേണ്ട A4 ഷീറ്റ് ഒന്ന് ജസ്റ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കുക. ഞാനിവിടെ 5 ഷീറ്റ് എടുത്തിട്ട് ജസ്റ്റ് 1 ഷീറ്റ് കൊണ്ട് നമുക്കൊരു 5 റോ ആക്കി കട്ട് ചെയ്തിട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മടിക്കുക, അളവ് അനുസരിച്ച് മടക്കിയിട്ട് ജസ്റ്റ് തുഞ്ചൊക്കെ ഒന്ന് ലെവലാക്കിയിട്ട് ഒരു യു കട്ട് അടിക്കുക. നല്ല ഒരു ബ്യൂട്ടിഫുള്ളിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതാ അങ്ങനെ കട്ട് ചെയ്യാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടപ്പുറത്തെ ബെല്ലേക്ക് അടിച്ച് പൊട്ടിക്കുക. അപ്പം ഞാനിതാ ഇങ്ങനെ 4 സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് എങ്ങനെ യൂസ് ആക്കേണ്ടതെന്ന് നോക്കാം. ഒരു മിനിറ്റ് ഗൈസ്, അവിടെ കൂടെ ഓക്കെ. ഇനി നമുക്ക് സ്റ്റാപ്ലെയർ ചെയ്യാം. ഞാൻ ഇവിടെ 2 അടിക്കുന്നത്, നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെങ്കിലും അടിക്കാം. ഞാനിവിടെ 2 അടിക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ സിമ്പിളായിട്ടാട്ടോ ഇതുണ്ടാക്കാൻ പറ്റുക. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കളർ എടുക്കുക. ഞാനിവിടെ എനിക്കിഷ്ടമായ ഒരു പേസ്റ്റൽ കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് ആ ഒരു കളർ വെച്ചിട്ട് ജസ്റ്റ് നമ്മളിങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ റോ വരച്ചിട്ട് ജസ്റ്റ് റെഡിയാക്കിയതാണ്. ഇങ്ങനെ റോ വരച്ചിട്ട് സിമ്പിൾ ഡിസൈൻസും വരയ്ക്കാം. ഞാനിവിടെ ഒരു സിമ്പിൾ ഡിസൈനാണ് വരച്ചത്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗൈസ് ഈ റോ ഇങ്ങനെ വരയ്ക്കാം. ഇതേപോലെ തന്നെ ഈ ലൈൻ ഇങ്ങനെ നേരെയും വരയ്ക്കാം, നേരെ ഓപ്പോസിറ്റ് നിന്ന് വരയ്ക്കാം. അങ്ങനെയാണ് നമ്മളിത് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ വരച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് വേറെ മോഡൽ വേണമെങ്കിൽ അങ്ങനെയും വരയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് അതുപോലെ ഞാൻ ഇപ്പം പറഞ്ഞ വിധി തന്നെ ഓപ്പോസിറ്റ് വരച്ചിട്ടാണ് എടുത്തത്. ഇനി നിങ്ങൾക്ക് ഏതാണ് ചെയ്യാം. ഇതാ ഞാനിങ്ങനെ ചെയ്യാനായിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് നമുക്ക് ഒരു ബ്ലാക്ക് സ്കെച്ചാണ് ആവശ്യം. ബ്ലാക്ക് സ്കെച്ച് വെച്ചിട്ട് മെമ്മോന്ന് എഴുതാം. ഞാനിവിടെ മെമ്മോന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഞാനങ്ങനെ മെമ്മോന്ന് എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഡോട്ടൊക്കെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പേര് എന്ത് വേണമെന്ന് എഴുതാം. ഞാൻ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഹിന എന്നാണ് എഴുതിയത്. അപ്പോൾ എൻ്റെ ഫ്രണ്ടാണ്, ഓൾക്കാണ് ഹിന ഒന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, എൻ്റെ ഹാൻഡ് കുറച്ച് മോശമാണ് എങ്കിലും ഞാൻ അങ്ങനെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാനൊരു സ്മൈലി ജസ്റ്റ് വരച്ചു, ഒരു 3 ലവ്. ഇത്രയാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ബൈ ബൈ.